മരണം സ്ഥിരീകരിക്കാനുള്ള അവകാശം ആർക്കാണ് എന്നുള്ളതാണ്. അദ്ദേഹം പ്രഷറിന്റെ ഗുളിക കഴിച്ച് നേരെ സമാധിയിൽ പോയിരിക്കുന്നു. സമാധിയിലിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് അന്തർലീനം ചെയ്യുന്നത് അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. എന്ത് തരത്തിലുള്ള ഇളിഭ്യതയോടുകൂടിയാണ് സംസാരിക്കുന്നത്? ഒരു പൗരൻ, ഒരു സിറ്റിസണിനെ കാണാതായാൽ അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പൊതുസമൂഹത്തിനെ അറിയിക്കേണ്ട ചുമതല ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. അവിടെ നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസം ഇന്ന് പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്, എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനും സ്വാമി വിവേകാനന്ദനും പോലും മരണപ്പെട്ടപ്പോൾ മരണം സ്ഥിരീകരിച്ച ഡോക്ടറാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ടെന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഗുരു മരിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാർ വരണ്ടേ കാണാൻ? അല്ലെങ്കിൽ അതിനുള്ള അവകാശം അവർക്കില്ലേ? ഇത് പൊളിക്കരുത്, പൊളിച്ചാൽ ഏതാണ്ട് സംഭവിക്കുന്നതാണ്. ഇത് പൊളിച്ചാൽ എന്ത് സംഭവിച്ചു? പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് സ്വാഭാവിക മരണമാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ സംസ്കരിച്ചോട്ടെ. ലോ ഓഫ് ദ ലാൻഡ് ആണ്. ഈ നിയമത്തിന് മുകളിലായിട്ട് എന്തില്ല? ഒരു വിശ്വാസവും ഇല്ല, ഒന്നും കഴിയത്തില്ല. ഒരു കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളും ഉണ്ടായില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി ഇതുപോലുള്ള സമാധികൾ പെരുകും. ഹലോ, നമസ്കാരം. എല്ലാവർക്കും ലോ ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ശ്രീപ്രിയ. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചാ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമികളുടെ സമാധിയെക്കുറിച്ചാണ് അല്ലേ? അപ്പോൾ ഈ ഒരു സമാധി വിഷയത്തിൽ ഹൈക്കോടതി വരെ ഇടപെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ലോ ടോക്സിൽ കൂടെ എത്തിയിട്ടുള്ളത് ഹൈക്കോടതി അഭിഭാഷകനായ വിഷ്ണു വിജയൻ സാറാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സാറിൽ നിന്ന് ചോദിച്ചറിയാം. നമസ്കാരം സാർ, സ്വാഗതം ലോ ടോക്സിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും സമാധിയെക്കുറിച്ചാണ്, നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി വരെ ഇടപെട്ടിരിക്കുകയാണ്. ഈ ഹൈക്കോടതി വരെ എത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മരണത്തെ സമാധിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നത്? നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളെ പോലെ തന്നെ മരിച്ചവർക്കും റൈറ്റ് ഉണ്ട്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും എൻ്റെ മരണാനന്തര ചടങ്ങുകൾ ഇങ്ങനെ എന്ത് ചെയ്യണം, നടത്തിലാക്കണം, അല്ലെങ്കിൽ എൻ്റെ മൃതദേഹം എന്ത് ചെയ്യണം, അടക്കം ചെയ്യണം, അല്ലെങ്കിൽ സംസ്കാരം ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സമാധിയാക്കണം, അതല്ലെങ്കിൽ എൻ്റെ മൃതദേഹം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കണം. അങ്ങനെ പല പഴത്തിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവരുടെ മരണാനന്തര ചടങ്ങുകൾ അല്ലെങ്കിൽ മരണത്തിൻ്റെ ശേഷം മൃതദേഹം എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനമെടുക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യവും നമ്മുടെ ഭരണഘടനയും എല്ലാവരും നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അതല്ല എങ്കിൽ ചെയ്യുന്നത് എന്താണ്? അതിനുശേഷം, അതായത് ഈ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ അന്തിമമായിട്ടുള്ള അഭിലാഷം എന്താണോ, അല്ലെങ്കിൽ അവരുടെ നേരത്തെ കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതായത് ഈ മൃതദേഹം എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ എല്ലാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് മരണം സ്ഥിരീകരിക്കാനുള്ള അവകാശം ആർക്കാണ് എന്നുള്ളതാണ്. ഇവിടെ നെയ്യാറ്റിൻകര ഈ ശ്രീ ഗോപൻ സ്വാമി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഗോപൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മുതിർന്ന ഒരു ആളാണ്. അദ്ദേഹം കുറേ കാലങ്ങളായി കിടപ്പ് രോഗികളാണെന്നുള്ള കാര്യം അയൽവാസികളൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ മരണം സ്ഥിരീകരിക്കാനുള്ള ബാധ്യത, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരൻ മരണപ്പെടുമ്പോൾ ആ മരണമാണോ, അല്ലെങ്കിൽ അതിൽ ദുരൂഹതയുണ്ടോ, അത് അപകട മരണമാണോ, അതല്ലെങ്കിൽ രോഗം മൂലമാണോ, അതല്ല കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ബാധ്യത ഒരു ഡോക്ടർ പരിശോധനയിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സാധ്യമാവുകയുള്ളൂ. ഇവിടെ അത് ഉണ്ടായിട്ടില്ല. അവിടാണ് ഇവിടുത്തെ പ്രശ്നം. മരണം സ്ഥിരീകരിക്കാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ ചുമതല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മന്ത്രവാദിക്കോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ. അപ്പോൾ അദ്ദേഹം ഒരു 2025 വന്നിരുന്ന് പറയുന്ന കേട്ടില്ലേ, അദ്ദേഹം പ്രഷറിന്റെ ഗുളിക കഴിച്ച് നേരെ സമാധിയിൽ പോയിരിക്കുന്നു. സമാധിയിലിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് അന്തർലീനം ചെയ്യുന്നത് അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. എന്ത് തരത്തിലുള്ള ഇളിഭ്യതയോടുകൂടിയാണ് സംസാരിക്കുന്നത്? അപ്പൊ അതൊരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഗോപൻ സ്വാമി അല്ലെങ്കിൽ ഗോപൻ എന്ന് പറയുന്ന ആളുടെ മൃതദേഹം എന്ത് ചെയ്യണമെന്ന് കുടുംബം തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിൽപത്രങ്ങളിൽ വല്ലതും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തോട്ടെ. പക്ഷേ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരൻ, ഒരു സിറ്റിസണിനെ കാണാതായാൽ, അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പൊതുസമൂഹത്തിനെ അറിയിക്കേണ്ട ചുമതല ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. ആ ചുമതല കാണിക്കുന്നതിൽ ഇവിടെ വളരെ ഒരു പുറമേക്ക് പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇത്തരത്തിലുള്ള ഒരു പേക്കൂത്ത് നടത്താൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നാടകങ്ങൾ നടത്താൻ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇടയായിട്ടുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു മരണം അന്വേഷിച്ച് ചെല്ലുന്നവരോട് ഇത് മരണമല്ല സമാധിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട്
ആ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു കോമാളിത്തരം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനോടുള്ള സാറിന്റെ കാഴ്ചപ്പാട് എന്താ? അവിടെ നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസം ഇന്ന് പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്, എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലും അല്ലെങ്കിൽ ജീവിത നിലവാരത്തിലും ഒക്കെ മുൻപന്തിയിലാണ് എന്ന് നമ്മൾ മലയാളികൾ അഭിമാനത്തോടു കൂടി പറയുമ്പോഴും മലയാളികൾ ഇന്ന് അന്ധവിശ്വാസത്തിന്റെ, അതായത് നമ്മൾ മനസ്സിലാക്കണം, ശ്രീനാരായണ ഗുരുദേവനും സ്വാമി വിവേകാനന്ദനും പോലും മരണപ്പെട്ടപ്പോൾ മരണം സ്ഥിരീകരിച്ച ഡോക്ടറാണ്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിന്റെ ആധ്യാത്മിക മേഖലയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആധ്യാത്മിക മിറവിൽ നിന്ന മഹാരഥന്മാരായ സന്യാസി വര്യന്മാർ പോലും മരണപ്പെടുമ്പോൾ ഈ മരണം സ്ഥിരീകരിക്കുന്നത് ആരാണ്? ഡോക്ടർമാരാണ്. അവർ പോലും ചികിത്സ തേടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് വന്നതെന്ന് പറയുന്നത് എന്താണ്? ഡോക്ടർ തൊട്ടാൽ മൃതദേഹം അശുദ്ധമാകും, അതുകൊണ്ട് ഞങ്ങൾ ആരെയും കാണിച്ചില്ല, ഞങ്ങൾ നേരെ രാത്രിയിൽ തന്നെ അങ്ങ് മൂടി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ടെന്ന് തന്നെ ഇവർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഗുരു മരിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാർ വരണ്ടേ കാണാൻ? അല്ലെങ്കിൽ അതിനുള്ള അവകാശം അവർക്കില്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയത്തില്ലേ, നമ്മൾ പഴയ സിനിമകളിലൊക്കെ പറയുന്ന പോലെ ഞാനും എൻ്റെ എന്താണ് ഈ പറഞ്ഞ പോലെ സഹോദരൻ, ഞങ്ങളൊരു 3 പേരങ്ങ് തീരുമാനിച്ചു, ഞങ്ങളുടെ ഇന്നാളെ മരണപ്പെട്ടു, ഞങ്ങൾ സമാധിയാക്കി, ഞങ്ങൾ പുഷ്പമൊക്കെ ഇത് മുകളിലേക്ക് കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് നിർത്തി, ഞങ്ങൾ അതിന്റെ മുമ്പിൽ 2 പൂജാദ്രവ്യങ്ങളോ അല്ലെങ്കിൽ പുഷ്പങ്ങളോ അർപ്പിച്ചു, നാളെ മുതൽ ഇതൊരു സമാധി സ്ഥലമാണ്, ഇനി ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. അതിന് ഉപോധകമായിട്ട് എന്ത് ചെയ്യുന്നു? പോസ്റ്റർ പതിക്കുന്നു. അത് മൃതദേഹം സംസ്കരിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പോസ്റ്റർ ഒട്ടിക്കുന്നത്. കാരണം പുറലോകത്തിന് അറിയാവുന്ന എന്താണ്? അദ്ദേഹം ഒരു കിടപ്പ് രോഗിയാണെന്നാണ് അറിയാവുന്നത്. അപ്പോൾ ആ കിടപ്പ് രോഗി ആയിരിക്കുമ്പോൾ തന്നെ ഈ മക്കളായിട്ടുള്ള ആളുകൾ ക്രൂരമായിട്ട് വളരെ മൃഗീയമായിട്ടാണ് അദ്ദേഹത്തോട് പെരുമാറിയതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. സത്യം എന്താണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരാൾ മരണപ്പെടുകയും ഇത്തരത്തിലുള്ള ആഭാസത്തരം കാണിക്കുകയും അതിനുവേണ്ടി അല്ലെങ്കിൽ ഈ 2025 നൂറ്റാണ്ടിൽ അതിനു മുന്നിൽ നിന്നുകൊണ്ട് ഇത് പൊളിക്കരുത്, പൊളിച്ചാൽ ഏതാണ്ട് സംഭവിക്കുന്നതാണ്, ഇത് പൊളിച്ചാൽ എന്ത് സംഭവിച്ചു? ലോകം നശിക്കുമെന്നാണ് എന്ത് ചെയ്തത്? ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസം ആവശ്യമാണ്. കാര്യം നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിൽ വിശ്വസിക്കാനും വിശ്വാസം പ്രചരിപ്പിക്കുവാനും വിശ്വാസം പിന്തുടരുവാനും അനുഷ്ഠാനങ്ങൾ പിന്തുടരുവാനും അതിന് എല്ലാത്തിനും നമുക്ക് അവകാശമുണ്ട്. പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ ആ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് വളരെ തെറ്റാണ്. ഇങ്ങനെ അന്ധവിശ്വാസം മൂലം നിരവധിയായിട്ടുള്ള ഇൻസിഡൻസുകളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തൊക്കെ പല കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ പ്രബുദ്ധമായ കേരളത്തിലാണ് നമ്മൾ ഇരന്തൂര് കണ്ടു, 2 ആളുകളെ എന്ത് ചെയ്യുന്ന നരബലിക്ക് ഇരയാക്കുന്നത് കണ്ടു. അങ്ങനെയുള്ള പ്രാകൃതമായിട്ടുള്ള എന്ന് പറയുമ്പോഴും പ്രാകൃതമായ നമ്മുടെ സംസ്കാരത്തിലൊന്നും തന്നെ ഇങ്ങനെയൊന്നുമില്ല. ഇത് കൃത്യമായിട്ട് എന്താണ് ഓരോ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുറ്റകരമാണ്. ഇങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ പറഞ്ഞ പോലെ ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ നിയമ നടപടിക്ക് വെല്ലുവിളിയാകുന്നില്ലേ? ആചാരാനുഷ്ഠാനങ്ങളും അത് രണ്ടും രണ്ടായിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഭരണഘടനയിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആചാരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കസ്റ്റംസ്, അതായത് ആചാരങ്ങളെല്ലാം പിന്തുടരുവാനും അല്ലെങ്കിൽ അനുഷ്ഠിക്കുവാനുമുള്ള അധികാരമുണ്ട്. പക്ഷെ അതേ ഭരണഘടന തന്നെ സമത്വത്തിനും അതോടൊപ്പം തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഈ അന്ധവിശ്വാസങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? ആഹ്വാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പരസ്പര പൂരകങ്ങളായിട്ട് വേണം നമ്മൾ കാണാൻ. ഇപ്പം വിശ്വാസികൾക്ക് വിശ്വസിക്കാം, പക്ഷെ ആ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരാളുടെ വിശ്വാസത്തെയോ അവകാശത്തെയോ ഇല്ലാതാക്കാൻ ആ വിശ്വാസത്തിന് സാധിക്കുകയില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു വിശ്വാസത്തിന്റെ പേരിൽ മറ്റുള്ള ആളുകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വിശ്വസിക്കാനും അല്ലെങ്കിൽ ആ അവകാശത്തെ എന്ത് ചെയ്യുകയാണ്? ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുവാൻ ആർക്കും തന്നെ അധികാരമില്ല. ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അടുത്ത് അന്വേഷിക്കാൻ ചെല്ലുന്നവരുടെ മതത്തിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തുന്ന കാര്യങ്ങളും അവരെ ഏതു മതസ്ഥരാണ് എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് സാറിന് എന്താ പറയാനുള്ളത്? അല്ല, നമ്മുടെ കേരളത്തിൽ എന്തും ചെലവാകുമെന്നതിന്റെ തെളിവാണിത്. കാരണം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഇതര മത വിരോധം പ്രചരിപ്പിച്ച് എന്ത് തട്ടിപ്പ് നടത്താമെന്നാണ് നമ്മുടെ കേരളം കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ നമ്മുടെ ഇപ്പം ഹിന്ദു മതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതൊരു മറ്റു മതക്കാരൻ കൊണ്ടുവരുന്നതാണ്. അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ അതൊരു ഇതര മതക്കാരൻ. അപ്പോൾ ഒരു ഇരവാദം നേടിക്കൊണ്ട് ഇതര മതങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ട് അവിടെ നമ്മൾ ഏറ്റവും കാണേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന ഈ നാടകത്തിന് മുമ്പിൽ പല സംഘടനകളുടെ ഒന്നും സംസ്ഥാന ഭാരകൾ പോയെന്ന് ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനയുടെയൊക്കെ ആളുകൾ പോയി ഇതിന് മുമ്പിൽ നിന്ന് എന്ത് ചെയ്യുവാണ്? ഇത് കല്ലറ പൊളിക്കുന്നത് തടയുകയാണ്. സത്യത്തിൽ ഒരു സാംസ്കാരിക കേരളമെന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ വിളിക്കുന്ന എല്ലാ തരത്തിലുള്ള ജാതി മത ഭേദമന്യേ എല്ലാ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ, അതായത് നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നത്.
അതേ രാജ്യത്താണ് ഇത്തരത്തിൽ 2025 ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, കെട്ടിയടച്ച് നടക്കുന്നത്. അതും എന്തൊരു ഉളുപ്പില്ലാതെയാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. ഒരു വിശ്വാസത്തിന്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അധികാരം ആർക്കുമില്ല. ഒരു കാര്യം വളരെ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആൾ മരണപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ബാധ്യത തിരക്കേണ്ട അവകാശം സ്റ്റേറ്റിനുണ്ട്, അത് ഈ നാട്ടുകാർക്കുണ്ട്. അതിപ്പം ഒരു വീട്ടിലെ ഒരാളാന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ഒരാൾ അല്ലെങ്കിൽ ഒരു മകനെ അമ്മ പ്രസവിച്ച ശേഷം ഈ പറയുന്ന പോലെ ഞാൻ പ്രസവിച്ച മകനാണെന്ന് പറഞ്ഞ് ആ മകനെ കൊലപ്പെടുത്തുവാൻ അമ്മയ്ക്ക് അധികാരമില്ല. അങ്ങനെ ഒരാൾ ജനനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു സിറ്റിസണിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം പറയാനുള്ള ബാധ്യത സ്റ്റേറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് സ്വാഭാവിക മരണമാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ സംസ്കരിച്ചോട്ടെ, ആരും എതിരല്ല. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ മകനും ഈ പറയുന്ന ആളുകളും ഒക്കെ തന്നെ അഴിയണ്ടായിട്ട് വരും. അതെന്താണെന്ന് കേരളം കാത്തിരിക്കുകയാണ്. അതെ, ഇപ്പൊ സാർ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരു മരണം ദുരൂഹ മരണമാണെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു നിയമ നടപടി എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് കൊലപാതകമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് മർഡർ കേസ് അവർക്കെതിരായിട്ട് വരും. കാരണം ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ഈ കല്ലറയിൽ ഇരുന്നപ്പോൾ ഈ പറയുന്ന സ്ലാബ് അയാൾ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അത് അടച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തു എന്ന്. അത് തന്നെ ഗുരുതരമായ തെറ്റാണ്. അയാൾ മരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മംഗലാപുരത്തെ ഒരു സംഭവം കണ്ടു. കണ്ണൂർ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആ മൃതദേഹം എന്ന് വിളിച്ച ആ ശരീരത്തിൽ ജീവനിന്റെ തുടിപ്പുണ്ടായിരുന്നു. പിന്നീട് അതിനെ എന്ത് ചെയ്തു, വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ ഇതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കേണ്ടത് ഒരു മെഡിക്കൽ സയൻസ് ഉണ്ട്, ഒരു മെഡിക്കൽ ഡോക്ടർമാരുണ്ട്. അവരാണ് ഇതിന്റെ വിധി എഴുതേണ്ടത്. അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞ പോലെ മൃതദേഹം അവരെന്തും ചെയ്തോട്ടെ. പക്ഷേ ഈ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് ശരിയായ വിശ്വാസത്തിന്റെ പേരിൽ വിശ്വസിക്കുന്നതിന് എല്ലാവർക്കും തടസ്സമില്ല. എല്ലാവരും വിശ്വാസികൾ. നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ വിശ്വാസത്തിന്റെ പേരിൽ വ്യാപകമായിട്ട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കോവിഡിന് ശേഷമൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ എന്ത് ചെയ്യുന്നു, ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളോടുകൂടി നമ്മുടെ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിച്ച അനാചാരങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ അന്ന് ദുർമൂർത്തികൾ എന്നൊക്കെ മാറ്റി നിർത്തിയ ആളുകളെയൊക്കെ തന്നെ ആരാധിക്കുന്ന നിരവധി സങ്കേതങ്ങൾ എന്ത് ചെയ്യുന്നു, ഉയർന്നു വരുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആ സങ്കേതങ്ങളിലൊക്കെ നടക്കുന്ന എന്താണ്, കൃത്യമായ പണപ്പിരിവും അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ നമുക്കറിയാം, വിഷ്ണുമായ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ പറയുന്ന പല 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 പേരുകളിലാണ് എന്ത് ചെയ്യുന്നത്, കുമിളുകൾ പോലെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന സമാധി സ്ഥലങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രവാദ കേന്ദ്രങ്ങളും ദുർമന്ത്രവാദ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ട് ഇത് മാറ്റേണ്ടതുണ്ട്. ഇപ്പൊ പറയാം, നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസ്ഥാനം ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇങ്ങനെ അധപ്പതിക്കുക എന്ന് പറയുന്നത് വളരെ ശോചനീയമായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കേരളത്തിൽ നമ്മൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? കേരളത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അന്ധവിശ്വാസത്തെ എതിർക്കുന്ന ഒരു നിയമം നിലവിലില്ല. അതായത് 1954 എന്തോ മാജിക്കൽ റെമഡി ആക്ട് ആണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടിയന്തരമായിട്ട് തന്നെ എന്ത് ചെയ്യണം, കേരളത്തിലെ രാഷ്ട്രീയ മേഖലയും അല്ലെങ്കിൽ പൊതുസമൂഹവും ഒക്കെ തന്നെ ഇത്തരത്തിലൊരു കർശനമായിട്ടുള്ള വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ഈ ചൂഷണം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ തടയുവാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഏർപ്പെടുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നുള്ള ഒരു മെസ്സേജ് സമൂഹത്തിനും കൊടുത്താൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ കഴിയും, ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മുക്തമാകാൻ പറ്റും. പക്ഷെ പലപ്പോഴും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു എക്സ്ട്രീം ലെവലാണ് നമ്മുടെ നരബലി എന്ന് പറയുന്നത്. ഒരിടയ്ക്ക് പത്തനംതിട്ടയിൽ ഭയങ്കര വലിയൊരു വിവാദമായ ഒരു ചർച്ചാ പ്രാധാന്യം അർഹിച്ച വിഷയം തന്നെയായിരുന്നു അത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സമാധി കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ നമ്മൾ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇതിലും വലിയ എന്തെങ്കിലും കാര്യത്തിലേക്ക് കടക്കില്ലേ? തീർച്ചയായിട്ടും മുഖ്യധാര മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതുപോലെ മുഖ്യ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് എത്താത്തതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന് വേണ്ടത് എന്ന് പറയുന്നത്, ഇത്തരം ഈ തട്ടിപ്പ് കേന്ദ്രങ്ങൾ നടത്തുന്ന ഈ പറഞ്ഞ പരസ്യങ്ങൾ ഉൾപ്പെടെ നൽകുന്നുണ്ട്. ഇത്തരം തട്ടിപ്പ് സങ്കേതങ്ങളും ഈ പറയുന്ന വ്യാജ ആരാധനാലയങ്ങളും ഒക്കെ തന്നെ തട്ടിപ്പ് നടത്താൻ വേണ്ടി, സാമ്പത്തിക ചൂഷണം നടത്താൻ വേണ്ടി ഈ പറയുന്ന നവമാധ്യമങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നവമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളറിയാം, എത്രയെത്ര പുതിയ പുതിയ ദൈവങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ദൈവങ്ങൾക്ക് വലിയ രീതിയിലുള്ള അവരുടെ റീൽസുകൾ ഇറങ്ങുന്നു, അവരുടെ ആരാധക പരമ്പരകൾ ഇറങ്ങുന്നു, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അവരുമായിട്ടുള്ള പരിപാടികളെ എന്ത് ചെയ്യുന്നു, കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ വിശ്വാസം എന്ന് പറയുന്ന നമ്മുടെ അവകാശത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികളാണ് ഇതൊരു അവസാനത്തെ സംഭവമായി മാറ്റുന്ന രീതിയിലുള്ള നടപടികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ച് നിയമം വഴി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ച് നിയമം വഴിമാറാൻ സാധിക്കുകയില്ല. നിയമം കൃത്യമായിട്ട് എന്താണ്, വിശ്വാസങ്ങളെയും അല്ലെങ്കിൽ ആചാരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ നിയമം എന്ന് പറയുമ്പോൾ അതായത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. ഈ നിയമത്തിന് മുകളിലായിട്ട് എന്തില്ല, ഒരു വിശ്വാസവും ഇല്ല, ഒന്നും കഴിയത്തില്ല. ആത്യന്തികമായി എന്താണ്, കാരണം ഇതിനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടനയും അല്ലെ നിയമം എന്ന് പറയുന്നത്. നമ്മുടെ ആചാരങ്ങളെയും നമ്മുടെ അനുഷ്ഠാനങ്ങളെയും നമ്മുടെ ഈ പറയുന്ന പൂജാവിധികളെയും അല്ലെങ്കിൽ ഈ പറയുന്ന ആരാധനാ മൂർത്തികളെയും എല്ലാവരുടെയും അവകാശങ്ങളെ നിക്ഷിപ്തമായിട്ടുള്ളതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയ്ക്കും അല്ലെങ്കിൽ നിയമങ്ങൾക്ക് മുകളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ കാണിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു ശക്തമായ ഇടപെടൽ. ഇവിടെ മതമല്ല പ്രശ്നം. ഇവിടെ എല്ലാ മതങ്ങളും എന്തുണ്ട്, വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി രാജ്യത്ത് പ്രവർത്തിക്കുന്നു, ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക താല്പര്യം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള പൊടിക്രിയകളൊക്കെ ചെയ്തുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ അതുമൂലം എന്ത് ചെയ്യാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് ശ്രമിക്കുന്നവരാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇവരെന്താണ് ആ കല്ലറയ്ക്ക് മുമ്പിൽ കാണിക്കുന്ന എന്തൊരു കാര്യങ്ങളാണ് നടക്കുന്നത്. അവരങ്ങ് എന്ത് ചെയ്യുകയാണ്, ഇവര് ജനങ്ങളെ അങ്ങ് മനഃപൂർവ്വം ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മളിൽ പലരും വിശ്വാസികളാണ്, വിശ്വാസമില്ലാത്തവരുണ്ട്. അപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ട് അത് മതത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതിനെതിരെ സാറിന് എന്താ പറയാനുള്ളത്? അല്ല, മതത്തിന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതര മതവിരോധം വളർത്തുക, അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്താണ്, നമ്മുടെ രാജ്യത്ത് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, ജനങ്ങളെ അതായത് മതത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വിഭജിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതായത് ഒരു മതത്തിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അതിന്റെ കാരണമെന്ന് പറയുന്നത് മറ്റ് മതക്കാരാണെന്ന ബോധപൂർവമായിട്ടുള്ള ഒരു നറേഷൻ എന്ത് ചെയ്യുന്നു, ആ മതവിശ്വാസികളെയും അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകളെയും വെളുത്തി തീർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുമൂലം എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്ക് പോലും എന്ത് ചെയ്യുന്നു, മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ പേരിൽ ആചാരത്തിന്റെ പേരിൽ മുന്നിൽ നിന്നുകൊണ്ട് ഈ തെറ്റായ കാര്യങ്ങളെ പോലും സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടും അല്ലെങ്കിൽ ഈ തെറ്റായ കാര്യങ്ങൾക്ക് അകമ്പടി സേവിക്കേണ്ടതായ ഒരു അവസ്ഥ എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തെ വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾക്ക് വരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ ഇതിനകത്ത് ഞാൻ ഇതിലൊക്കെ ആത്യന്തികമായ നടപടി എടുക്കേണ്ടത് എന്താണ്, പോലീസും അല്ലെങ്കിൽ സ്റ്റേറ്റുമാണ്. കാരണം ഈ 8 ദിവസം എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു ഇവർക്ക് ഈ ആഭാസ നൃത്തമാടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്? അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു, കൃത്യമായിട്ട് അതിനു മുമ്പ് തന്നെ ആദ്യം തന്നെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായി, ഈ ഒരു ആരോപണം ഉണ്ടായി, അപ്പോൾ തന്നെ ചെയ്തായിരുന്നെങ്കിൽ ഈ ഒരു ചർച്ച പോലും ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്, ഇനി ഇതേ മാതൃക പിന്തുടരുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷാവിധികളും ഇതിന് തക്കതായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളും ഉണ്ടായില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി ഇതുപോലുള്ള സമാധികൾ പെരുകും. കാരണം ഇനി അവിടെ പെരുകിയാൽ അതായത് എന്ത് ചെയ്താലും അപ്പോൾ എന്താണ്, സമാധി ആയെങ്കിൽ ആളുകൾ വരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഇനിയും പുതിയ പല ആളുകളെ എന്ത് ചെയ്യും, ജീവിക്കുന്നവരെയും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെയും ഒക്കെ തന്നെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, സമാധിയാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ തടയേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അത് മാതൃകാപരമായിട്ട് എന്ത് ചെയ്യണം, അതിനൊരു ശിക്ഷ. ഇനി അതല്ല അദ്ദേഹം സ്വന്തമായിട്ടാണ് മരിച്ചതെങ്കിൽ പോലും ഒരു നാടിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. കാരണം എന്താണ്, മരണം സ്ഥിരീകരിക്കാത്ത ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഇനി ഏത് മതക്കാരനായാലും മരണം സ്ഥിരീകരിക്കേണ്ട ബാധ്യത മത നേതാക്കന്മാരോ അല്ലെങ്കിൽ മന്ത്രവാദികളോ ഒന്നുമല്ല, ഇവിടുത്തെ സ്റ്റേറ്റ് മിഷണറി ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. അതിൽ ദുരൂഹതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കണം. അതല്ല അദ്ദേഹം ദുരൂഹതയില്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ട് അസുഖത്തിന്റെ പേരിലാണ് മരിച്ചതെങ്കിൽ മതത്തിന്റെ പേരിൽ എന്ത് ചെയ്യും, ആചാരങ്ങൾക്ക് വേണ്ടി ശരീരം എന്ത് ചെയ്യാം, അവർക്ക് വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാം. ഇവിടെ അതൊന്നുമല്ല എന്ത് ചെയ്തിട്ടുള്ളത്, സംഭവിച്ചിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാനുള്ളതെന്ന് പറയുന്നത്, അന്ധവിശ്വാസത്തെ നമ്മൾ വിശ്വാസത്തെ അനുകൂലിക്കുമ്പോഴും അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പും അതോടൊപ്പം തന്നെ ഈ പരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇത്രയും വലിയൊരു ഈ നൂറ്റാണ്ടിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ വ്യാജ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരുടെ കെണിയിലേക്ക് നമ്മൾ പോകാതിരിക്കുകയും അല്ലെങ്കിൽ അവരുടെ ആഹ്വാന പ്രകാരം ഇതര മത വിരോധം നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മുഴുകാതിരിക്കുകയും ചെയ്യേണ്ടതാണ് നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്.
ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമികളുടെ സമാധിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ സാറായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിഷയമായി ഒരുമിക്കാമെന്ന പ്രതീക്ഷയിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ശ്രീപ്രിയാണ്. ഓക്കെ, താങ്ക് യു സർ. ശരി, ഓക്കെ.